Watch full episodes on Jio Hotstar. അല്ല, ഇത് എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇല്ല, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എന്താ പറ്റിയത്? ഇത്രയും ശക്തി എന്റെ ഉള്ളിൽ എങ്ങനെയാ വന്നത്? ഇപ്പൊ എന്റെ ഉള്ളിൽ എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നോക്കിയേക്കാം. Sibaiska stone, hold it to. Sir, നിങ്ങൾ വേഗം പുറത്തു പോകും. Hello everyone. ഞാനാണ് മജീഷ്യൻ ജ്വാലാമുഖി. ഞാനിപ്പോ ശരിക്കും ലോളിയാണ്. ഞാൻ കുറച്ച് കുസൃതികൾ ചെയ്തോട്ടെ. മജീഷ്യൻ ജ്വാലാമുഖി, നിങ്ങൾ എങ്ങനെ ഇവിടെ? രുദ്ര, നീ ഇവിടെയുള്ള കാര്യം അറിഞ്ഞപ്പോ തന്നെ കുറച്ച് കുസൃതികൾ കാണിക്കാൻ വന്നതാ. ഇനി അടുത്തത് നിന്റെ ടേണിംഗ് ആണ്. രുദ്ര, നീ വേഗം അവിടുന്ന് രക്ഷപ്പെട്. എന്റെ അനുവാദമില്ലാതെ നിനക്ക് അവിടുന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ഇനി നിന്റെ ടേണിംഗ് ആണ് രുദ്ര. നീ മാജിക് ചെയ്യാണെന്ന് പറഞ്ഞ കൈ ഒന്ന് നീട്ടിയാൽ ഈ റോക്ക് നിന്റെ മേലെ വീണ് ഇടിച്ച് ചമ്മന്തിയാവും. ഒരുപക്ഷെ നീ മാജിക് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ തന്തൂരിയാക്കി കളയും. ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Sibaiska, boom, chick, boom. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ ഒരു വഴിയാക്കും. രുദ്ര, രക്ഷിക്കണേ. Sibaiska water fountain creator. ഞാൻ വീണ്ടും തിരിച്ചു വരും രുദ്ര. നോക്കൂ ടീച്ചേഴ്സ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മജീഷ്യൻ ജ്വാലാമുഖി ഇവിടെ എത്തുന്നതിന് മുമ്പ് ഭൂകമ്പം ഉണ്ടായി. ആ സമയത്താണ് മിസ്റ്റർ സ്ട്രോങ്ങിന്റെ ബാലൻസ് ഇല്ലാതായത്. അങ്ങനെ അയാൾ താഴെ വീണു. അത് ഭൂകമ്പമാണോ അതോ ജ്വാലാമുഖിയുടെ വേലത്തരമാണോ? അതാരാ ചെയ്തെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ തലയുടെ മുകളിൽ അപകടം കാത്തിരിക്കുകയാണ്. ഷെടാ, ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ. ഇപ്പൊ അപകടം നമ്മുടെ തലയ്ക്ക് മുകളിലല്ല, നമ്മുടെ കാലിനടിയിലാണ് നടക്കാൻ പോകുന്നത്. ആ റോക്ക് എക്സ്ട്രീംലി ഹോട്ടായി മാറി റെഡ് ആയിക്കൊണ്ടിരിക്കുക. അത് മെൽറ്റ് ആവുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം മജീഷ്യൻ ജ്വാലാമുഖി ആയിരിക്കണം. അദ്ദേഹത്തിന് മാത്രമേ ഇത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 വശവും സീ വാട്ടർ ആണ്. പിന്നെയും ഇത് ഹീറ്റ് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതിനർത്ഥം മജീഷ്യൻ ജ്വാലാമുഖി എവിടെയോ ഒളിച്ചിരുന്നിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുക. ഈ റോക്സിനെ എല്ലാം തണുപ്പിക്കാനായിട്ടുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. സ്നോ ലാൻഡിലെ ബ്ലൂ സ്റ്റോൺ. ആ ബ്ലൂ സ്റ്റോണിൽ കോരിത്തരിക്കുന്നത് തണുപ്പാണ്. അത് ഉരുകാൻ തുടങ്ങിയാൽ ജ്വാലാമുഖി തണുത്ത് വിറങ്ങലിച്ചു പോകും. എന്നാൽ ഞാൻ ആ ബ്ലൂ സ്റ്റോൺ എടുത്തോണ്ട് വന്നേക്കാം. അവിടെ ചെന്നാൽ നിന്റെ ജീവൻ ഒരുപക്ഷെ അപകടം സംഭവിച്ചേക്കാം.
മാഡം കാനുങ്കോ, നമുക്ക് സ്കൂളിനെ രക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടേ പറ്റൂ. ഞങ്ങളും കൂടെ പോകുന്നുണ്ട്. ആ ഓക്കെ. വരൂ പോകാം. വേഗം തിരിച്ചു വരൂ രുദ്ര, എല്ലാം നിന്റെ കയ്യിലാണ്. ഇത്രയും വലിയ സ്ഥലത്ത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? നമുക്കെന്തെങ്കിലും കഴിച്ചാലോ? വല്ലാതെ വിശക്കുന്നു. ആ ഞാൻ കൂടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് വിശന്ന് വലയുന്നത്? ഞാൻ ഭക്ഷണം കൊണ്ടുവരാലോ. ഇതാകെ പുലിവലായ ലക്ഷണമാണല്ലോ. ഓടിക്കോ. രുദ്ര, രക്ഷിക്കൂ. നിങ്ങളെ കൊണ്ട് പറക്കാൻ പറ്റും, എന്നാ പിന്നെ പറന്നുകൂടെ? സോറി, ഓടുന്നതിനിടയ്ക്ക് പറക്കുന്ന കാര്യം മറന്നുപോയതാ. അയ്യോ, എന്നെ പിടിക്കാൻ വരുന്ന രുദ്ര, രക്ഷിക്കണേ. രംഗിലെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ അന്തർ മന്തർ കാലിക്കലന്തർ ചൂ. മൈര, ഞാൻ നിന്നെ വെറുതെ വിടില്ല. താങ്ക് യു രുദ്ര. മൈര, നിന്നെ ഞാൻ സോറി 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 സോറി. അല്ല, രംഗില എവിടെ പോയി? നമുക്ക് റംഗീലയെ കണ്ടുപിടിക്കണം. റംഗീല, റംഗീല, റംഗീല. അങ്ങോട്ട് നോക്കൂ, കാൽപ്പാടുകൾ. ഇത് നമ്മളെ റംഗീലയുടെ അടുത്തോട്ട് കൊണ്ടുപോകും. വേഗം വരൂ. അത് കണ്ടില്ലേ, കാൽപ്പാടുകളെല്ലാം ഗുഹയ്ക്കകത്തോട്ടാ പോകുന്നത്. രുദ്ര, ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇത്ര കനത്ത ഡ്രസ് ഇട്ടിട്ട് പോലും തണുപ്പിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എത്ര കുളിരായാലും ശരി, നമുക്ക് റംഗീലയെ കണ്ടുപിടിക്കണം. രുദ്ര, എവിടെയാണ്? എന്നെ രക്ഷിക്കൂ രുദ്ര. ഇത് റംഗീലയുടെ ശബ്ദമാണ്. വരൂ. നല്ല രുചിയുണ്ട്. എനിക്ക് ഇനിയും വേണം, ഇനിയും വേണം. അല്ല, ഇതെന്താ പറ്റിയത്? ഇതെല്ലാം ഇപ്പൊ എന്റേതാണ്. എല്ലാം മൊത്തം ഞാൻ കഴിച്ചു തീർക്കും. എനിക്ക് ഇനിയും വേണം, ഇനിയും ഉണ്ടാക്കിത്താ. ഉണ്ടാക്കിത്താ. ചേട്ടാ, ഇതാകെ പുലിവാലായല്ലോ. എനിക്കൊരു മിനിറ്റ് ശ്വാസം വിടാൻ സമയം എന്താ? ഇവർക്ക് ഒരുപാട് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരെ ബിസി ആക്കിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടാം. കഴിക്കേ കഴിക്കേ.
ഇത് തന്നെയാണ് അവസരം. സോറി, ഒരു അബദ്ധം പറ്റി പോയതാ. ഇനി ഞാൻ പറക്കാൻ നോക്കൂല. പാവരങ്കില ശരിക്കും കുടുങ്ങിപ്പോയ അവസ്ഥയാണ്. രുദ്ര, ഇവിടത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. രുദ്ര താങ്ക് യു രുദ്ര. നീ എന്നെ രക്ഷിച്ചു രുദ്ര. നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇമ്മാറിനെ കമ്പിക്കോർത്ത് തീയിൽ നിർത്തിയാന്. അതൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ആ നീല വെളിച്ചം എന്തായിരിക്കണം? ഒരു കണ്ടുപിടിക്കാം. രുദ്ര, ഇവിടത്തെ ഈ കൊടും തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ നിന്നാലേ നമ്മളെല്ലാം ഐസായി പോകും. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. ഞാനൊരു പക്ഷേ ആ ബ്ലൂ സ്റ്റോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്റ്റോൺ ആയിട്ട് തന്നെ മാറും. രുദ്ര, നിനക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. അഥവാ നീ ഇങ്ങോട്ട് വന്നാ നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. ഒരുപക്ഷെ നീ വന്നില്ലെങ്കിൽ നിന്റെ സ്കൂളിനെ ഞാൻ അവസാനിപ്പിക്കും. രണ്ട് കാര്യത്തിലും വിജയം എന്റേത് മാത്രമാണ്. രുദ്ര, ഒരു കാരണവശാലും ഇത്തവണ നിനക്ക് വിജയിക്കാൻ പറ്റില്ല രുദ്ര. വാ, നീ ഇപ്പൊ എവിടെയാണ്? എനിക്ക് നല്ലോണം അറിയാം രുദ്ര, നീ അത്രയും പെട്ടെന്ന് തോറ്റി പിൻവാങ്ങില്ലെന്ന്. വരണം, ഐ എം വെയിറ്റിംഗ് രുദ്ര. ഞാനിത് ടച്ച് ചെയ്യുവാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ മരവിച്ച് മഞ്ഞകട്ടയായിട്ട് മാറും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യെസ്, റെയിൻബോ കവചം യൂസ് ചെയ്യാം. റെയിൻബോ കവചം ക്രിയേറ്റോ. രുദ്ര, ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീഴുക. പെട്ടെന്ന് ചെയ്യേ. അയ്യോ, ആകെ കുലുമാലായല്ലോ. ഇതുങ്ങൾക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങോട്ട് വന്നത്? അയ്യോ രുദ്ര, പെട്ടെന്ന് ചെയ്യേ. പ്രശ്നമാകും രുദ്ര. രുദ്ര,
എന്തു പറ്റി മിസ് സെക്യൂരിറ്റി? അർജന്റായി എന്തിനാ വിളിച്ചത്? രുദ്ര ബ്ലൂ സ്റ്റോൺ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം താഴേക്ക് പോയിരിക്കുകയാണ്. വരൂ, നമുക്ക് അവനെ സഹായിക്കാൻ പോകാം. മൈര വരും റഗീല, ഇവിടെ തന്നെ നിൽക്കേ. എനിക്ക് സ്കൂളിന്റെ ഏറ്റവും താഴെ പോയിട്ട് ഇത് അവിടെ വെക്കണം. അതുകൊണ്ട് എല്ലാ സ്ഥലവും സമമായിട്ട് തണുക്കും, എവിടെന്നും മെൽറ്റിങ്ങും ആകില്ല. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നീ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നേ? നീ സ്കൂളിൽ താഴെ ചെന്ന് എങ്ങനെ മനസ്സിലാക്കും? Hibaiska School Direction Guide Creato. ഹലോ രുദ്ര, ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് കാണാൻ ഫുട്ബോളിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് നീ ഉണ്ടാക്കിയ എല്ലാ ചൂടും നശിപ്പിച്ചു പോകും. ഓനോ, ഇതിനെ കവചം തകർന്നു പോകുവാണ്. എത്രയും വേഗം ഇതിനെ സ്കൂളിന്റെ താഴെ തന്നെ കൊണ്ടുപോയി വെക്കണം. ഷെടാ, എന്റെ സ്കൂൾ ഗൈഡ് എവിടെ പോയി? രുദ്ര, അപ്ഗ്രേഡ് ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി ഞാൻ വളത്തിൽ ഇറങ്ങിയാലും എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ നീ എന്താണ് കയ്യിൽ കൊണ്ടുപോകുന്നത്? എനിക്ക് കാണിക്കാതെ നീ മറച്ചു പിടിക്കുന്നത് എന്തിനാണ്? ഓനോ, 4 നിറങ്ങളുടെ കവചം തകർന്നു പോയി. ഇനി 3 കൂടെയുള്ളൂ ബാക്കി. Hibaiska speed increase. രുദ്ര എവിടെയാണ്? അവനാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അവൻ ആ ബ്ലൂ സ്റ്റോൺ സ്കൂളിന്റെ താഴെ ഫിക്സ് ചെയ്യാൻ പോയിരിക്കാ. നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. വരൂ, മുന്നോട്ട് പോകാം. നമ്മൾ അവനെ സഹായിച്ചേ തീരൂ. അവിടെയുണ്ട് സ്കൂളിന്റെ തൊട്ട് താഴെയുള്ള സ്പോട്ട്. ഓനോ, അവസാനമായിട്ട് ഒരു കവചം മാത്രമേ ഉള്ളൂ ബാക്കി. നീ അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് വെച്ചത് രുദ്ര? അതെന്താ സാധനം? മജീഷ്യൻ ജ്വാലാമുഖി, വേഗം ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ കൈവശമുള്ള എല്ലാ ചൂടും ഐസായിട്ട് മാറും. അവിടെ നീ എന്താണ് വെച്ചത്? ആദ്യം അത് പറയ്, അതെന്താണ്? അത് ബ്ലൂ സ്റ്റോൺ ആണ്. ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ 2 പേരും ഐസ് കട്ടയായിട്ട് മാറും. ബ്ലൂ സ്റ്റോണോ? ബ്ലൂ സ്റ്റോൺ? ഞാൻ അതിനെ കുറിച്ച് എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെ പറയേണ്ട സമയം ഇതല്ല. പോയിക്കോ വേഗം, ഇവിടുന്ന് രക്ഷപ്പെട്ടോ.
ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ, ഞാൻ തോറ്റി എപ്പോഴും പിൻവാങ്ങില്ലാന്ന്. ജ്വാലാമുഖി ഇവിടുന്ന് ഓടിക്കോ. എഴുന്നേക്ക് രുദ്ര, എഴുന്നേക്ക്. എന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യാ? ഹായ് രുദ്ര. ഇപ്പൊ എല്ലാം ശരിയായി. ഇനിയൊന്നും പേടിക്കാനില്ല. താങ്ക് യു രുദ്ര. നീ നിന്റെ ജീവൻ പണയം വെച്ച് ഈ സ്കൂളിനെ രക്ഷിച്ചിരിക്കുകയാണ്. രുദ്ര, 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 രുദ്ര. ഇതാണ് സൺ സിറ്റി. ഇതിന്റെ പേര് പോലെ തന്നെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതവും. സൂര്യന്റെ പ്രകാശം എത്ര ബ്രൈറ്റ് ആണോ അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതവും ബ്രൈറ്റ് ആൻഡ് ഹാപ്പിയാണ്. ഇവിടെയുള്ളവർ ചെറിയ ചെറിയ മാജിക്കുകൾ യൂസ് ചെയ്ത് അവരുടെ ജീവിതം സന്തോഷകരമാക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇന്ന് ഇദ്ദേഹത്തിന് ന്യൂസ് പേപ്പർ വായിക്കാൻ സമയം കിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മാജിക് ഉപയോഗിച്ച് കാർ ഡ്രൈവ് ചെയ്ത് ഇദ്ദേഹം ബിസിയായി ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇതാ ഇവരെ കണ്ടില്ലേ? ഇവരുടെ സ്വന്തം ഡോഗിയുടെ കോളർ ബെൽറ്റ് പിടിക്കാൻ പോലും ഇവർക്ക് സമയമില്ല. ഇവിടെ മാജിക് തന്നെയാണ്. ഈ സിറ്റിയില് എല്ലാ ഭാഗത്തും മാജിക് മാത്രമാണ്. ഇവിടെയുള്ള എല്ലാവർക്കും മാജിക് അറിയാം. പക്ഷേ മാന്ത്രികന്മാരിൽ ബഹുകേമനായ ഒരാൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മായാജാലങ്ങൾക്ക് മുമ്പ് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹമാണ് ഈ സൺ സിറ്റിയുടെ മുതലാളി ജയ് സിംഗ് ചൗഹാൻ. ഇദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ മുത്തശ്ശൻ എന്ന് വിളിക്കാറുണ്ട്. ശരി, വരൂ ഇനി നമുക്ക് ജയ് സിംഗ് ചൗഹാനെ പരിചയപ്പെടാം. നന്ദി രംഗീല, ഞാൻ നേരത്തെ തന്നെ കുളിച്ചു. ഇനി എന്നെ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എന്റെ അമ്മേ, ഫോട്ടോയില് പ്രേതം, ഫോട്ടോയില് പ്രേതം. ഫോട്ടോ അല്ലടോ സംസാരിച്ചത്, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. നല്ലത് വിചാരിച്ചാ നല്ലതേ സംഭവിക്കൂ. ഈ വെളുപ്പങ്കാലത്ത് എന്നെ എന്തിനെങ്കിലും പേടിപ്പിക്കുന്നു മുത്തശ്ശ? നിന്നെ പേടിപ്പിക്കാൻ ചെയ്തതല്ല. ഞാൻ ഷക്കാലയെ പറ്റിക്കാൻ ദിവസവും ഓരോ ഉപായം ആലോചിച്ചു കൊണ്ടിരിക്കുക. അവൻ സൺസിറ്റിയെ കൈക്കലാക്കാൻ കൊതിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവൻ യുദ്ധം തുടങ്ങും. അതിന് നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കാൻ നോക്കുന്നത്. വരൂ. വരാം. രുദ്രയ്ക്ക് ലെസൺ തുടങ്ങുവാനുള്ള സമയമായി. രുദ്ര, ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. സോ ഫ്ലൈയിങ് സോക്കർ മാജിക് പ്രാക്ടീസ് ചെയ്യുവാണോ? ഗുഡ്, വെരി ഗുഡ്. മാച്ച് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. വരൂ, കുറച്ച് അഡ്വാൻസ് മാജിക് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് മുത്തശ്ശ? ചെറിയ ചെറിയ ഭാരം കുറഞ്ഞ വസ്തുക്കളെയൊക്കെ സൺസിറ്റിയിൽ ആർക്ക് വേണമെങ്കിലും പുഷ് ചെയ്യാം. ഇപ്പൊ നീ എന്നെ പുഷ് ചെയ്തതുപോലെ ഇനി നിനക്ക് ഞാൻ ഭാരം കൂടിയ വസ്തുക്കളെ പുഷ് ചെയ്യാൻ പഠിപ്പിക്കാം. ഓക്കേ? ഓക്കേ മുത്തശ്ശ. കൊള്ളാലോ, നല്ലത് വിചാരിച്ച നല്ലതേ സംഭവിക്കൂ. മുത്തശ്ശൻ രുദ്രയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന മന്ത്രം ഞാനും എങ്ങനെങ്കിലും പഠിച്ചെടുക്കും. അതിനുശേഷം അഡ്വാൻസ് മാജിക് ചെയ്യുന്ന ഒരു മാന്ത്രികനാകും. ആദ്യം ഏത് മന്ത്രമാണോ പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യണം. മാത്രമല്ല നീ നിന്നെ വിശ്വസിക്കണം. അതായത് ഫോക്കസ് ആൻഡ് ബിലീവ്. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ സ്വയം വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ മന്ത്രം ഫലിക്കൂ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരുപാട് ഭാരം കൂടിയ വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഈ മന്ത്രമാണ് പറയേണ്ടത്.
ഇബൈസ്ക സിബസ്ക സഖൂം പുഷ്ടൂം. ഈ മന്ത്രം നീ മനസ്സിൽ പറഞ്ഞാലും മതി. ഇനി ഈ മന്ത്രം പറഞ്ഞ് അത് പുഷ് ചെയ്തോളൂ. ഇബൈസ്ക സിബസ്ക സഖൂം പുഷ്ടൂം. സോറി രംഗിലോ. രുദ്ര, ഞാൻ ആ റോക്കിനെയാണ് പുഷ് ചെയ്യാൻ പറഞ്ഞത്, സ്വയം വീഴാനല്ല. വീണ്ടും ഫോക്കസ് ചെയ്യൂ. നിന്നിൽ സ്വയം വിശ്വസിച്ച് മന്ത്രം പറയൂ. ഫോക്കസ് ആൻഡ് ബിലീവ്. ഇബൈസ്ക സിബസ്ക സഖൂം പുഷ്ടൂം. ഫോക്കസ് ആൻഡ് ബിലീവ്. ആത്മവിശ്വാസം, അത് മറക്കരുത്. വീണ്ടും ട്രൈ ചെയ്യ്. രുദ്രയ്ക്ക് മാജിക് ചെയ്യാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാനിത് ചെയ്യാൻ പോവാ. ഇബൈസ്ക സിബൈസ്ക സഖൂം പുഷ്ടൂം. മുത്തശ്ശ, ഞാനത് ചെയ്തു. ഞാൻ ആ ഹെവി ട്രക്ക് മൂവ് ചെയ്തു. ദേ നോക്കിയേ. എന്താ 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 ഇത്? എന്റെ മന്ത്രത്തിന് ഇത്തിരി ശക്തി കൂടിയെന്നാ തോന്നുന്നേ. എന്റെ മുത്തശ്ശ, ഇതിനൊന്ന് പിടിച്ചു നിർത്ത്. ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തോ? ഇത് നിന്റെ മാജിക് കൊണ്ട് സംഭവിച്ചതല്ല. ആ ട്രക്ക് ഡ്രൈവർ ട്രക്കും കൊണ്ട് പോകുന്ന കണ്ടില്ലേ? രുദ്ര, നീ ട്രൈ ചെയ്യൂ. ഫോക്കസ് ആൻഡ് ബിലീവ്. നിന്റെ ശരീരത്തിൽ മാജിക്കൽ എനർജിയുടെ ഫ്ലോ മനസ്സിലാക്കാൻ ശ്രമിക്കേ. മുത്തശ്ശ, ഇവിടെ എന്തോ ഒരു ജീവി ഉള്ളത് പോലെ തോന്നുന്നു. എവിടെ? ദാ അവിടെ. ദേ ആ മരത്തിൽ നോക്കൂ മുത്തശ്ശ, അവിടെ. അയ്യോ പാവം, ഞാനാണ് സപോല. ഈ സപോലയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ ആവില്ല. രുദ്ര, കുട്ടി മായാജാലക്കാരനെ, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത് ഷക്കാളുടെ ചാരൻ സപ്പോളയാണ്. നിങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങൾ എപ്പോഴും ഇതുപോലെ അലേർട്ട് ആയിരിക്കണം. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ഹായ് രുദ്ര. ഹലോ, ഗുഡ് മോർണിംഗ്. രുദ്ര, നീ ഇവരുടെ കൂടെ ചെല്ല്. നിന്നെ ഫ്ലൈയിങ് സോക്കർ മാച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കും. അതെ മുത്തശ്ശ, ഫ്ലൈയിങ് സോക്കർ മാച്ച് തുടങ്ങാൻ പോവാണ്. മുത്തശ്ശനും വരണം. തീർച്ചയായിട്ടും ഞാൻ വരാതെ എങ്ങനെയാണ്? കാരണം നിങ്ങളൊക്കെ കളിക്കല്ലേ. ഓക്കെ മുത്തശ്ശ, ഞാൻ ഈ മാജിക് ഓർമ്മ വെച്ചോളാം. നമുക്ക് നാളെ ഇത് പ്രാക്ടീസ് ചെയ്യാം. സീ യു മുത്തശ്ശ. റംഗീല, മാച്ചിന് പോകാനുള്ള ഒരുക്കം തുടങ്ങട്ടെ. ശരി മുത്തശ്ശ. ഇനി ഈ സ്വർണം എന്റേതാണ്. നീ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചോ. മോഷ്ടിക്കാൻ വന്ന ആളെ കണ്ടില്ലേ? ഇവരിങ്ങനെ കളിക്കാൻ തുടങ്ങിയ നമ്മൾ സൺസിറ്റിയുടെ കൂടെ തോറ്റു പോകും. ഒരുപക്ഷെ നമ്മളെങ്ങാനും തോറ്റുപോയ ആ ഷക്കാൾ നമ്മുടെ എല്ലാം കഥ കഴിക്കും. അവനൊരു മാന്ത്രികനാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഏറ്റവും ശക്തിശാലിയായ മാന്ത്രികൻ.
എന്ത് വാർത്തയാണുള്ളത് സപ്പോള? ഞാൻ കേട്ടത് സത്യമാണോ? ആ ജയ്സിംഗ് ചൗഹാൻ അവന്റെ പേരക്കുട്ടി രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കുകയാണോ? പേടിക്കണ്ട ഷക്കാൽ, അതെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ലേ. അതെ, ഞാൻ രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നിന്റെ ചാരന്മാരെ എന്റെ അടുത്തേക്ക് അയച്ചാൽ പിന്നെ ഞാൻ നേരിട്ട് വരേണ്ടി വരും. ഞാൻ നേരിട്ട് വന്നാൽ എന്താ സംഭവിക്കാൻ നിനക്കറിയാലോ. ആ ജയ്സിംഗ് ചൗഹാൻ ഇത്രയും ധൈര്യമോ? എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും പോയത് കണ്ടില്ലേ? അവനൊരു കാര്യം അറിയില്ല. ഞാനൊരു വലിയ മാന്ത്രികനാണ്, ഏറ്റവും ബലശാലിയായ ഷക്കാൽ. ഇനി എന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് ഞാൻ ആ ജയ്സിംഗ് ചൗഹാനെ കാണിക്കാൻ പോവുകയാണ്. അവനെ തോൽപ്പിച്ച് അവന്റെ ആ സൺസിറ്റി മുഴുവനും ഞാൻ എന്റെ കൈക്കുമ്പിളിലാക്കും. ഷക്കാൽ, ഒരു പക്ഷെ ജയ്സിംഗ് ചൗഹാൻ തന്റെ പേരക്കുട്ടിക്ക് അഡ്വാൻസ്ഡ് മാജിക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നീ ഒന്നല്ല 2 വലിയ മാന്ത്രികന്മാരുടെ കൂടെ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. അതോടുകൂടി സൺസിറ്റിയെ കൈവശപ്പെടുത്തേണ്ട നിന്റെ ആ സ്വപ്നവും തകർന്ന് തരിപ്പണമാകും. തീർച്ചയായും ഒരു ദിവസം ആ സൺസിറ്റി ഈ ഷക്കാലിന് സ്വന്തമാകും. പക്ഷേ അതിനു മുൻപ് ഇന്നത്തെ ഫ്ലൈയിങ് സോക്കർ മാച്ചിൽ ജയിക്കുന്നത് നമ്മുടെ ടീമായിരിക്കണം. സൺ സിറ്റി ആൻഡ് കാൽ സിറ്റി വാസികളെ, മാച്ച് ഇതാ ആരംഭിക്കാൻ പോകുന്നു. ആദ്യം വരാൻ പോകുന്നത് സൺ സിറ്റി ടീം. ഫ്ലൈയിങ് ഷൂസ് ധരിച്ചു വരുന്നത് കൊണ്ട് അവർക്ക് പറക്കാൻ സാധിക്കും. ഗിവ് ദം എ ബിഗ് ഹാൻഡ്. ഇവരാണ് കാൽ സിറ്റി ടീം. അവരെയും നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഓക്കെ, മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഇതിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു തരാം. ജയിക്കണമെങ്കിൽ 10 പോയിന്റ് എടുക്കണം. പോയിന്റ് തുല്യമാണെങ്കിൽ ആരായിരിക്കും ആദ്യം 11 പോയിന്റ് എടുക്കുന്നത് അവരായിരിക്കും വിജയിക്കുക. ഏത് ടീം ഇതിൽ വിജയിക്കുന്നുവോ അവര് ജയ്സിംഗ് ചൗഹാൻ എന്ന എന്റെ ഫ്ലൈയിങ് ട്രെയിനിൽ അമ്യൂസ്മെന്റ് പാർക്ക് മുഴുവൻ ചുറ്റിക്കാണാൻ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട്. ബോൾ ഇതാ മേലെ പോയിരിക്കുന്നു. പക്ഷേ കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയെ അടിച്ച് ബോൾ കയ്യിലാക്കിയിരിക്കുന്നു. അവര് ബോൾ എടുത്ത് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഗോളിന്റെ അടുത്തെത്തി. അങ്ങനെ ഗോൾ ഇടാൻ പോകുന്നു. ഗോൾ! കാൽ സിറ്റി സൺ സിറ്റിയെക്കാളും ഒരു ഗോൾ മുന്നിലാണ്. ബോൾ ഇപ്പൊ സൺ സിറ്റിയുടെ കയ്യിലാണ്. അങ്ങനെ ബോൾ പാസ് ചെയ്യുന്നു. ബോൾ ഇതാ ഇപ്പൊ രുദ്രയുടെ കയ്യിൽ വന്നു. രുദ്ര ബോൾ എടുത്തുകൊണ്ട് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് വളരെ വേഗത്തിൽ പോവുകയാണ്. പക്ഷേ എന്താണിത്? കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയെ തള്ളിവിട്ട് ബോൾ ഇതാ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബോൾ കാൽ സിറ്റിയുടെ ക്യാപ്റ്റന്റെ കയ്യിലാണ്. അവർ സമയം വേസ്റ്റ് ആക്കാത്ത രണ്ടാമത്തെ ഗോളും അടിച്ചിരിക്കുന്നു. കാൽ സിറ്റിയുടെ ടീം തുടർച്ചയായി ഗോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൺ സിറ്റി ടീമിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ദേ അടുത്തൊരു ഗോൾ. കൊള്ളാം കുട്ടികളെ, ഇങ്ങനെ തന്നെ കളിക്കൂ, ഇങ്ങനെ തന്നെ കളിക്കൂ. കൊള്ളാം. ഫോക്കസ് ആൻഡ് ബിലീവ്. ജസ്റ്റ് 2 words. തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ കഴിയും. സൺ സിറ്റിയുടെ ടീം ഒരു പുതിയ വേഗത്തിൽ വീണ്ടും കളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. എന്താണിത്? സൺ സിറ്റി ടീം ആദ്യമായി ഒരു ഗോൾ ഇടാൻ പോകുന്നു. ഗോൾ! കാൽ സിറ്റി ടീം ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. രുദ്രയെ കാൽ സിറ്റി പ്ലേയേഴ്സ് ചുറ്റി വളച്ചിരിക്കുകയാണ്. ഇനി രുദ്ര എന്ത് ചെയ്യുമെന്ന് നോക്കാം. രുദ്ര വളരെ വേഗത്തിൽ ചുട്ടിക്കൊണ്ടിരിക്കുന്നു. ബോൾ ഇതാ പാസ് ചെയ്തിരിക്കുന്നു. ഇതാ ഒരു ഗോൾ. സൺ സിറ്റി ടീം തുടർച്ചയായി ഗോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാച്ച് പോയിന്റ് ഇപ്പോൾ സമമാണ്. ഇപ്പോഴേത് ടീമാണ് വിന്നിംഗ് പോയിന്റ് എടുക്കുന്നത് ആ ടീമാണ് ജയിക്കുക.
ഓഹോ ആ. Pokira, Makuba, Cloudo, Frieza. ടൊക്കീര, മക്കൂബ, ക്ലൗഡോ, ഡിഫീസോ. ഹേ രുദ്ര 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 കാൽ സിറ്റിയുടെ ക്യാപ്റ്റൻ രുദ്രയുടെ ഫ്ലൈയിങ് ഷൂസ് ഇതാ അഴിച്ചിരിക്കുന്നു. ഇപ്പോൾ രുദ്രയ്ക്ക് പറക്കാൻ പോലും സാധിക്കുന്നില്ല. Hey, hey, oh. രുദ്രയുടെ അവസാനത്തെ ശ്രമം ആൻഡ് ഗോൾ. റെഫറി വിസിൽ അടിച്ചിരിക്കുന്നു. മാച്ച് ഇത് അവസാനിച്ചിരിക്കുന്നു. ആൻഡ് ദി വിന്നർ ഈസ് സൺ സിറ്റി. ഫസ്റ്റ് പ്രൈസ് ഒരു ടീമിനാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ 2 ടീമിലുള്ള പ്ലേയേഴ്സെയും എന്റെ ഫ്ലൈയിങ് ട്രെയിനിൽ കൊണ്ടുപോകാം. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊരു ഭംഗിയുള്ള അമ്യൂസ്മെന്റ് പാർക്ക്. അതെ, സത്യാണ് രുദ്ര. താങ്ക് യു. നീ കാരണം ഞങ്ങൾക്ക് ഈ ചാൻസ് കിട്ടിയത്. ഞാൻ തന്നെ ഈ ട്രെയിനിൽ ആദ്യമായിട്ടാ വരുന്നത്. അവിടെ നോക്കൂ, ഫ്ലൈയിങ് യൂണിക്കോൺ. ഫ്ലൈയിങ് യൂണിക്കോൺ. ഞാനൊരു മഹാമാന്ത്രികനാണ്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഷക്കാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇത് നിന്റെ അവസാനത്തെ പ്രയാണമാണ്. ഇതോടെ എല്ലാം അവസാനിക്കും. അതോടെ ആ സൺ സിറ്റി എനിക്ക് സ്വന്തമാകും. എനിക്ക് സ്വന്തം. ജയ്സിംഗ് സാറേ, അതാ നോക്കൂ, അതെന്താണ്? ട്രെയിൻ നിർത്ത്. കുട്ടികളെ, പുറകിലുള്ള കോച്ചിലേക്ക് ഉടൻ തന്നെ പോയിക്കോളൂ. രുദ്ര, പുറകെ പോ. എന്നിട്ട് ഈ ട്രെയിനിനെ ഈ മായയിൽ നിന്നും രക്ഷിക്കൂ. എങ്കിൽ മാത്രമേ എല്ലാവരും രക്ഷപ്പെടൂ. റൺ രുദ്ര, റൺ. രുദ്ര, നീ വേഗം രക്ഷപ്പെട്. ഞങ്ങളിത് നോക്കിക്കോളാം.
അകൂല ബബാക്കി ബ്രക്കൂസ. വേഗം വരൂ, ലോസ് കോച്ചിലേക്ക് പോണം. വേഗം, നമുക്ക് സമയമില്ല. Come on. അകൂല ബബാക്കി ബ്രക്കൂസ. Akula babaki bekuza. Shantan, Dibago, Haruka, water flow. എങ്ങനെങ്കിലും ഈ മായയിൽ നിന്നും ട്രെയിൻ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ നീ വെറുതെ ശ്രമിച്ച സമയം കളയില്ല രുദ്ര. നീ ചെറിയ കുട്ടിയാണ്. ഇത് ഷക്കാലിന്റെ മാന്ത്രിക വലയമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടുന്നത് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല. ഈ രുദ്രയുടെ മാന്ത്രിക ശക്തി എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. Focus and believe. Focus and believe. Ibaiska zibeska sakum pushtum. Ibaiska zibeska sakum pushtum. Ibaiska zibeska sakum pushtum. Ibaiska zibaiska shakum pushtum. ഞാൻ വീണ്ടും വരും, തീർച്ചയായും വീണ്ടും വരും. ഈ യുദ്ധം കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. രുദ്ര, എന്റെ മോനെ, ഇന്ന് നീ വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഇന്ന് നീ ഞങ്ങളെ മാത്രമല്ല, ഈ സൺ സിറ്റിയെ മുഴുവൻ ഷക്കാലിൽ നിന്നും രക്ഷിച്ചു. നീ ശരിക്കും കലക്കി. ശരി, വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ പോണ്ടേ? വീട്ടിലേക്കല്ല വരുൺ, ഇനിയും നമ്മുടെ ഫ്ലൈയിങ് ട്രെയിനിന്റെ സവാരി ബാക്കി കിടക്കുമല്ലേ. ഷക്കാലിനെ ഞാൻ പിന്നീട് കണ്ടോളാം. ഇനി നമ്മൾ ട്രാക്കിലല്ല, ആകാശത്താണ് പറക്കാൻ പോകുന്നത്. രുദ്ര, ഒരു ദിവസം നീ വലിയൊരു മാന്ത്രികനാവും, എന്നേക്കാളും വലിയൊരു മാന്ത്രികൻ. എത്രക്ക് ടേസ്റ്റുള്ള സാധനം ശിങ്കടി ഉണ്ടാക്കി വെച്ചിരിക്കണ. ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ കഴിക്കാതിരിക്കോ? തൊട്ടുപോരുത്. അപ്പൂപ്പനും രുദ്രയും വന്ന് കഴിക്കുന്നത് വരെ വേറെ ആരും ഇത് തുടരുത്. തൊട്ടുപോരുത്, മനസ്സിലായോ? ഒരൽപ്പം കഴിച്ചു നോക്കാം, ശിങ്കടിക്ക് അത് മനസ്സിലാവില്ല. ഇന്ന് വരെ ആർക്കും വേണ്ടി ഞാൻ ഇത്രയും കാത്തിരുന്നിട്ടില്ല.
വേഗം പോയി വിളിച്ചോണ്ട് വരൂ, അല്ലെങ്കിൽ ഞാൻ പോകുകയാണ്. ആരാടാ ഈ ധിക്കാരി? മന്ത്രതന്ത്രം, ഞാൻ മായാജാല ചക്രവർത്തി. എല്ലാവരും എന്നെ ഷക്കാൽ എന്ന് പറയും. സോഗ, എന്തിനാണ് ഈ കിളവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇയാളെ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഷാക്കാൽ, ഇവനൊരു ചെറിയ തന്ത്രക്കാരനാണ്. ഇവനെ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങളുണ്ട് ഷാക്കാൽ. ഞാൻ എത്രമാത്രം മണ്ണിന്റെ മുകളിലാണോ അതിലും കൂടുതലായി മണ്ണിന്റെ താഴെയുമുണ്ട്. ഷാക്കാൽ, നിങ്ങൾക്ക് രുദ്രയല്ലേ വേണ്ടത്? ആ കാര്യമെന്ന് പറയുന്നത് എനിക്ക് എന്റെ ചെറുവിരലിൽ എത്രയോ ഉള്ളൂ. ആണോ? എങ്കിൽ ചെല്ല്, അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. സപ്പോള, ഇവനെ രുദ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഓലയാണ് ഓല, ഞാനാണ് സപ്പോല. വരൂ മന്ത്രവാദി. ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ചെയ്തു കഴിഞ്ഞു. നോക്കട്ടെ പ്ലെയിൻ. ഞാൻ ചെയ്തത് ബട്ടർഫ്ലൈ ആയി. അത് സാരമല്ല, ഞങ്ങളുടേത് പ്ലെയിൻ, നിന്റേത് ബട്ടർഫ്ലൈ. എല്ലാം കൂടി ഒരുമിച്ച് പറക്കട്ടെ. ഈ ബൈസ്കാസക്കും ഫ്ലൈയും. ശരിയാണ്, വളരെ വലിയൊരു അപകടം തന്നെ ഉണ്ട്. ഈ അപകടത്തിന്റെ പേര് കൊച്ചു മന്ത്രവാദി എന്നാണ്. എന്റെ വലിപ്പം കണ്ട് എന്നെ ചെറുതായി കണക്കാക്കണ്ട. ഞാൻ എത്രമാത്രം ഭൂമിക്ക് മുകളിലുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് താഴെയുണ്ട്. ഇനി സത്യം മാത്രം എന്നോട് പറ, നിങ്ങളിൽ ആരാണ് രുദ്ര? അത് പറഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടാതെ ഈ കൂടിനകത്ത് വന്നിരിക്കണം. ഞാനാണ് രുദ്ര. രുദ്ര, വരൂ, ഈ കൂടിനകത്തേക്ക് വരൂ. നിന്നെ ചെറുതാക്കി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കാം. മൈര, നീ എന്തായി ചെയ്യുന്നത്? സോറി, ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചതാ, പക്ഷെ ഉഴപ്പി. പ്ലീസ്, ഇനി ഇങ്ങനത്തെ ഹെൽപ്പ് ഒന്നും ചെയ്യരുത്. നന്ദിയുണ്ട് കുട്ടി. രുദ്ര, ഞാൻ കേട്ടു നീയും ഒരു മാന്ത്രികനാണെന്ന്. കൊച്ചു മാന്ത്രികനല്ലേ? നിനക്ക് സ്വയം രക്ഷിക്കാനാവുന്നുണ്ടോന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രുദ്രയുടെ മാന്ത്രിക പവറിനെ ഒരിക്കലും സംശയിക്കരുത്. എന്താ ഇത്? പ്ലെയിൻ ഓടിച്ചു കേട്ടേണ്ടത് വയറ്റിലേക്കല്ല, എയർപോർട്ടിലേക്കാണ്. ഒന്ന് പുറത്തേക്ക് വാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. വലിപ്പത്തിൽ ഞാൻ ചെറുതാണെങ്കിലും എനിക്ക് എത്രമാത്രം വലുതാവാൻ പറ്റുമെന്ന് നീ ഇന്ന് കണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. അബ്രാകഡബ്രാ, ജയന്റം ഹോ. ഞാൻ എന്താ മുത്തശ്ശ, മാന്ത്രികന്റെ മകൻ, സോറി. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇവിടെ കാണുമെന്ന്. ഞാൻ വെറുതെ രുദ്രയുമായി ചിരിച്ചു കളിക്കാൻ വേണ്ടി വന്നതാണ്. തമാശയും കളിയും കഴിഞ്ഞോ? എങ്കിൽ ചെല്ല്. പിന്നെന്താ സപ്പോല, നീ എവിടെയാ ഉള്ളത്? ഇവിടെ നമ്മള് വന്ന പണിയൊക്കെ കഴിഞ്ഞു. വാ, വേഗം പോവാം. ലഞ്ച് റെഡി. രുദ്ര, മൈര, വരുൺ, എല്ലാരും വരൂ. വരൂ രുദ്ര, നമുക്ക് ആഹാരം കഴിക്കാം. എന്നിട്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കടലാസ് കൊണ്ടുണ്ടാക്കിയ ടോയ്സിനെ ഒറിജിനൽ ടോയ്സ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്താൽ നിനക്ക് എവിടെ നിന്ന് വേണമെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. വലിയ മച്ചവനെ പോലെ ഇവിടുന്ന് സംസാരിച്ചിറങ്ങിപ്പോയവനാ. മണ്ണിന് മുകളിൽ ഞാൻ എത്ര അടി ഉയരത്തിൽ നിൽക്കുന്നുവോ അതിനേക്കാൾ 10 മടങ്ങ് പാതാളത്തിൽ ചെല്ലുമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായി? നാവ് ഇറങ്ങിപ്പോയ മുട്ടത്തലയാ. അല്ല ഷാക്കാൽ, എനിക്ക് ഒരു അവസരം കൂടി തരണം. ഒരൊറ്റ അവസരം കൂടി തന്നാ മതിയെന്ന്. ഈ പ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കില്ല. എന്റെ അടുത്ത് ഒരു വലിയ പ്ലാൻ ഉണ്ട്. ഞാൻ ആ മുത്തശ്ശൻ മാന്ത്രികനെ നഗരത്തിൽ നിന്നും ദൂരെ കൊണ്ടുപോകാമെന്നേ. ആ സമയത്ത് നിങ്ങൾ സൺ സിറ്റിയിൽ പോയാൽ മതിയല്ലോ. ഐഡിയ കൊള്ളാം ചോട്ടു, കൊള്ളാം.
ശരി, ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരുന്നു. ഒരുപക്ഷെ നീ ജയ്സിംഗ് ചൗഹാനെ സൺസിറ്റിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ രുദ്രയെ കടത്തിക്കൊണ്ടുവരുന്നത് എനിക്ക് ഈസിയായ കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. രുദ്ര, നീ എപ്പോഴും പേപ്പർ ടോയ്സിനെ ഒറിജിനലാക്കി മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മന്ത്രത്തിന്റെ കൂടെ നിന്റെ ബിലീഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മന്ത്രത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് കരുതണം. 1% സംശയം വന്നാലും മന്ത്രം പിന്നെ ഫലിക്കില്ല. നോക്ക്, ഇബൈസ്കാസ് ഇബൈസ്കാസ് അക്കും റിയലിസ്റ്റിക്കും. വാവ്, എത്ര ക്യൂട്ടായിട്ടുള്ള നായാണിത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. ഒറിജിനൽ ആണെങ്കിൽ ഞാനിതിന് ജ്യൂസ് കൊടുത്തേനെ. എന്റെ അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എന്റെ അമ്മയ്ക്ക് ഈ ഡോഗിനൊന്ന് പിടിക്കേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശൻ മാന്ത്രികൻ, നിങ്ങൾക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോവാൻ പറ്റില്ല. അക്കീറ ബക്കീറ ബസൂക്ക ക്രാക്ക്. മുത്തശ്ശ, ഡാം പൊട്ടാൻ പോവുകയാണ്. വേഗം വന്നാൽ. ഞാനിതാ വരുന്നു. രുദ്ര, സൺസിറ്റിയുടെ പുറത്തൊരു വാട്ടർ ഡാം ഇല്ലേ, അതിലൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അത് ഏത് സമയവും തകർന്നു പോകും. ഒരു പക്ഷെ അത് തകർന്നാൽ സൺസിറ്റിയിലുള്ള എല്ലാവരും വെള്ളത്തിൽ വീണ് മരിച്ചു പോകും. മുത്തശ്ശ, ഞാനും കൂടെ വരട്ടെ? വേണ്ട രുദ്ര, നമ്മൾ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ ഈ സൺസിറ്റിയിൽ ഉണ്ടാവണം. നീ പ്രാക്ടീസ് ചെയ്യേ. മുത്തശ്ശ, എത്രയും വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഒരുപക്ഷെ ഈ ഡാം എങ്ങാനും തകർന്ന ഞങ്ങളുടെ വീടെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകും. എന്തെങ്കിലും ചെയ്യും മുത്തശ്ശ. ഇബൈസ്കാസ് ഇബൈസ്കാസ് അക്കും പ്രീസോ. ഹരിയ, നീ എല്ലാവരോടും സിറ്റി കാലി ചെയ്യാൻ പറയൂ. എനിക്കിത് ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല. വേഗം ചെല്ല്, വേഗം ചെല്ല്. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും രക്ഷപ്പെട്. സിറ്റിയിൽ നിന്നും വേഗം എല്ലാവരും എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്. ഡാം പൊട്ടാൻ പോവാണ്. എല്ലാവരും ഓടിക്കോ, വേഗം രക്ഷപ്പെട്ടോ. ജയ്സിംഗ് ചൗഹാൻ, മാജിക്, മായാജാലം, അതിന്റെ രാജാവാണ് ഞാൻ. സോഗ, നിന്റെ ആ ചെറിയ മാന്ത്രികൻ വളരെ വലിയ കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ സൺസിറ്റി എന്റെ കസ്റ്റഡിയിലായിരിക്കും. വേഗം എന്റെ കൂടെ വാ. രുദ്ര, രുദ്ര, മുത്തച്ഛൻ എവിടെയാണ്? അദ്ദേഹത്തോട് വേഗം മെസ്സേജ് പറയൂ. ഷാക്കാൽ സൺസിറ്റി ആക്രമിക്കാൻ വരികയാണ്. ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശനോട് ഈ കാര്യം പറയാം. പറയൂ രുദ്ര, എന്താണ്? എന്താ എന്താ സംഭവിച്ചത്? ഷാക്കാൽ അറ്റാക്ക് തുടങ്ങിയിരിക്കുക. അത് ശരി, ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. എല്ലാം ഷാക്കാലിന്റെ കളിയാണ്. രുദ്ര, എനിക്കിപ്പോൾ ഇവിടുന്ന് വരാൻ പറ്റില്ല. ഞാൻ ഡാമിനെ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊരല്പം സമയം പിടിക്കും. അതുവരെ നീ എങ്ങനെയെങ്കിലും ഷാക്കാലിനെ ഒന്ന് തടഞ്ഞു നിർത്ത്. നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇബൈസ്കാസ് ഇബൈസ്കാസ് അക്കും ഫ്ലൈയിങ് ബോട്ട്. ഇംപോസിബിൾ എന്ന വാക്കിൽ തന്നെ പോസിബിൾ പതുങ്ങിയിരിപ്പുണ്ട്. ഇംപോസിബിൾ എന്ന് വെച്ചാൽ ഐ ആം പോസിബിൾ. എത്രയും പെട്ടെന്ന് പേപ്പർ പ്ലെയിൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കൂ. വേഗം. ഹേ
ഫ്രണ്ട്സ്, വേഗം മുകളിലേക്ക് വരൂ. നമുക്ക് ഷക്കാലിനെ തടഞ്ഞു നിർത്തണം. വേഗം വേഗം എത്രയും പെട്ടെന്ന് ഫൈറ്റർ പ്ലേസ് ഉണ്ടാക്കണം. ഞാനിത് റെഡിയാക്കി കഴിഞ്ഞു. റിയലിസ്റ്റോ. ഓ, നീ എന്താ ഈ ചെയ്തത് മൈറ? ഓഹോ മൈറ, നീ ഉണ്ടാക്കിയത് ഫൈറ്റർ പ്ലെയിൻ അല്ല, പുഷ്പക വിമാനമാണ്. അവരുടെ മേലെ അത് പൂക്കൾ വിതറുകയാണ്. സോറി, ഞാൻ വേഗം ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കാം. ഓ, നീ ഒന്ന് വെറുതെ ഇരുന്നാ മതി, അതെന്നെ വലിയ ഉപകാരമായിരിക്കും. വാഹ്, കലക്കി. പൂക്കൾ വിതറി നമ്മളെ സ്വാഗതം ചെയ്യുകയാണോ? സൺസിറ്റിയിലുള്ള ജനങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ രാജാവ് ഞാനാണ്. ഷക്കാൽ, ഒരടി മുമ്പോട്ട് എടുത്തു വെച്ചാൽ അത് നിനക്ക് അപകടമായിരിക്കും. ഞാൻ മജീഷ്യൻ, മായാജാല മാന്ത്രികൻ. എന്നോട് കളിക്കണ്ട, ഞാനാണ് ഷക്കാൽ. നിന്നെ കൊണ്ടെന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. നീ ഒരു കൊച്ചു കൊച്ചു മാന്ത്രികനാണ്. ഇപ്പോൾ നിനക്ക് എന്തു പ്രായമുണ്ടായിരിക്കും? ചെല്ല് ചെക്ക, ചെന്ന് ഓടി കളിക്കണ ചെക്ക. നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത് ഷക്കാൽ. ഒരുപാട് അയച്ചുകൊണ്ടിരിക്കും. ഒരുപാട് അയക്കി, ഞങ്ങൾ കളിക്കാം. പറയൂ രുദ്ര, നിന്റെ പ്ലെയിൻ ചെറുതാണ്. കാരണം നീ പെട്ടെന്നുണ്ടാക്കിയപ്പോൾ മാന്ത്രിക ശക്തി കുറഞ്ഞുപോയി. എത്ര ശക്തി വേണമോ അത്രയും പവർ അതിലിടൂ. വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യ്, ഫോക്കസ്ഡ് ആയിട്ട് അത് ചെയ്യ്. രംഗീല, ഞാൻ പറയുന്ന കേൾക്ക്. എത്രയും പെട്ടെന്ന് ഒരുപാട് കടലാസുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവാ, മനസ്സിലായോ? ഓക്കേ രുദ്ര, ഞാനത് ചെയ്തേക്കാം. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ റെഡിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റുന്നേ. റെഡിയായി കഴിഞ്ഞു. അതടയ്ക്ക്. റിപ്പയർ ചെയ്യ്. റിയലിസ്റ്റിക്കോ. മൈര, പ്ലീസ്, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ സഹായമൊക്കെ പ്രശ്നമായിട്ട് തീരുന്നേ. രംഗില, ഞാനിതാ വരുന്നു. മൈര വരും, നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ, ഞാനിപ്പോ വരാം. വേഗം അത് റിപ്പയർ ചെയ്യേ. ഞാൻ പറഞ്ഞില്ലേ,
ഞാൻ എത്രമാത്രം ഭൂമിക്ക് മുകളിലുണ്ടോ അതിലും കൂടുതലായി താഴെ ഉണ്ടെന്ന്. ഇന്ന് നിന്റെ സൺ സിറ്റി ഷാക്കാലിന്റേതായി മാറും. ഓ, എൻ്റെ അമ്മേ. ഈ തീ അണയ്ക്കുന്നത് എനിക്ക് എന്റെ ചെറുവിരലിലെ നഖം മുറിക്കുന്നത് പോലെ ഉള്ളൂ. എന്റെ അമ്മേ. റെഡി ആയിരെങ്കിലോ? അത് നോക്ക്. വെരി ഗുഡ് രംഗിലോ. ഇപ്പൊ ഒന്ന് മാറി നിക്ക്. നമുക്ക് കളി തുടങ്ങാം. Ibaiska, Sagom, Realistico. വീരന്മാരെ ആക്രമിക്കൂ. ഇന്ന് മുതൽ ഈ സൺ സിറ്റി നമ്മുടെ സാമ്രാജ്യമായി മാറും. ഫോക്കസ് ആൻഡ് ബിലീവ്. മുത്തശ്ശൻ എപ്പോഴും അതാണ് പറയാറ്. ഞാൻ അതാണ് ഇപ്പൊ ട്രൈ ചെയ്യാൻ പോകുന്നത്. Ibaiska, Sagom, Realistico. Ibaiska, Sagom, Realistico. Ibaiska, Sagom, Realistico. എത്രയ്ക്ക് എനർജി വേണമോ അത്രയ്ക്ക് എനർജി യൂസ് ചെയ്യേ. Ibaiska, Sagom, Realistico. രുദ്ര എന്നെ അതിന്റെ അടിക്കാൻ. എന്റെ അമ്മ. ഷക്കാൽ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. മുത്തശ്ശ, വേഗം ചെന്ന് രുദ്രയെ സഹായിക്കൂ. ഇന്ന് രുദ്രയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. ഇനി സൺ സിറ്റിയുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ കാര്യം പോക്കാം, പറഞ്ഞേക്കാം. രുദ്ര, നീ ഒരു മഹാസാഹസികനാണ്. എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇവിടെ ഉള്ളതുവരെ സൺ സിറ്റിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.